1994 നവംബർ 25 കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്ന്. വെടിവെപ്പിൻ്റെ ഒച്ചയോടൊപ്പം ഇപ്പോഴും ഭയത്തോടുകൂടി ഓർക്കുന്ന ഒരു ദിനമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ അമരന്മാരായുള്ള രക്തസാക്ഷികളിൽ ജീവിക്കുന്ന രക്തസാക്ഷി, കൂത്തുപറമ്പ് വെടിവെപ്പ് സംഭവത്തിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി ചൊക്ലി, മേനപ്രം, പുതുക്കുടി പുഷ്പൻ. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജീവിച്ചിരുന്ന രക്തസാക്ഷി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. 1994 നവംബർ 25 ഡിവൈഎഫ്ഐയുടെ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരത്തിനിടെ കൂത്തുപറമ്പിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്നാ നാഡി തകർന്നതിനെ തുടർന്ന് ശരീരം തളർന്ന് 3 പതിറ്റാണ്ട് കിടപ്പിലായിരുന്നു പുഷ്പൻ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് 3:30 അന്ത്യം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31 തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 2 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഹൃദയാഘാതമുണ്ടായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പുഷ്പനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. 94 അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെ കരിങ്കൊടി കാണിച്ച് തടഞ്ഞുകൊണ്ടുള്ള DYFI സമരത്തിന് നേരെയായിരുന്നു പോലീസ് വെടിവെപ്പ്. അന്ന് 24 വയസ്സായിരുന്നു പുഷ്പന്റെ പ്രായം. സംഭവത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. KK രാജീവൻ, ഷിബുലാൽ, KV റോഷൻ, മധു, ബാബു എന്നിവരാണ് അന്ന് രക്തസാക്ഷികളായത്. സുഷുമ്നാ നാഡിക്ക് വെടിയേറ്റ് ശരീരം തളർന്ന പുഷ്പൻ അന്നു മുതൽ ആശുപത്രി കിടക്കകളിലും വീട്ടിലുമായി കിടപ്പായിരുന്നു. കടുത്ത വേദനയെ മരുന്നിൻ്റെയും മനഃശക്തിയുടെയും ബലത്തിൽ മറികടന്ന പുഷ്പൻ CPM സഖാക്കളുടെ ഊർജ്ജമായി മാറി. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് അറിയപ്പെട്ട അദ്ദേഹത്തെ നൂറുകണക്കിന് പേരാണ് പല സമയങ്ങളിലായി വീട്ടിൽ സന്ദർശിച്ചത്. ഇതിനിടെ CPM, DYFI, SFI സമ്മേളന വേദികളിൽ കിടന്ന കിടപ്പിൽ പുഷ്പൻ എത്തിയത് സഖാക്കളുടെ ആവേശവും പ്രതീക്ഷയുമായി മാറിയിരുന്നു. ബാലസംഘം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായ പുഷ്പൻ തുടർന്നാണ് DYFIയുടെ ഭാഗമാകുന്നത്. CPM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. ചൊക്ലി രാമവിലാസം സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം പഠനം തുടരാനായില്ല. കർഷക തൊഴിലാളിയായിരുന്ന പരേതനായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനാണ്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും സമരമുറകളോടും വല്ലാത്ത അഭിനിവേശമുണ്ടായിരുന്ന പുഷ്പൻ ജീവിതം തിരിച്ചുപിടിക്കുവാൻ നാടുവിട്ടു പോയി തിരികെ വന്ന ഒരു ലീവിന് കൂത്തുപറമ്പിലെ ആ പോരാട്ടത്തിലേക്ക്, സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ സമരമുഖത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു. അന്നത്തെ ആ പോരാട്ടത്തിൽ നഷ്ടമായത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തനാർന്ന ഒരു പോരാളിയെയാണ്. ജീവിക്കുന്ന രക്തസാക്ഷി തന്നെയാണ് ഇന്നും ഇടതുപക്ഷക്കാർക്ക് പുഷ്പൻ. അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. സഖാവ് പുഷ്പന് M5 ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ.